Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് 1 ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ എന്ന ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ തന്നെ യൂണിറ്റ് 1 തന്നെ രണ്ടാമത്തെ പാർട്ട് മാട്രിക്സ് മെത്തേഡ്സ്. ഇത് എന്താണെന്ന് വെച്ചാൽ ജോമെട്രിക്കൽ ഒപ്റ്റിക്സിലെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് റിച്ചാർഡ് ഫീമാൻ അദ്ദേഹത്തിൻ്റെ ഫീമാൻ ലെക്ചേഴ്സ് ഓൺ ഫിസിക്സ് എന്ന സീരീസിൽ എഴുതിയ ഒരു ക്വാട്ട് നോക്കാം. In dealing with a system of lenses, we simply chase the ray through the succession of lenses. That is all there is to do to it. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ലെൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നത് ലൈറ്റ് റേ അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലെൻസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സക്സഷൻ ഓഫ് ലെൻസസിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ജസ്റ്റ് ചേസ് ചെയ്യുന്നു. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ജോമെട്രിക്കൽ ഒപ്റ്റിക്സിലെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, ടു ട്രേസ് വാട്ട് ഫീമാൻ ടോൾഡ് ഇറ്റ് ഈസ് ടു ചേസ് ദ റേ, ദാറ്റ് ഈസ് ടു ട്രേസ് ദ ഔട്ട് ഇറ്റ്സ് പാത്ത്. ദ മീനിങ് ഈസ് ടു ട്രേസ് ഔട്ട് ഇറ്റ്സ് പാത്ത് ഓഫ് റേ when they pass through an optical system. That is the meaning of that quotation. That quote is meaning that when a light ray passes through a successive combination of lens or system of lenses, our aim is to trace out the path of the ray. So അതിന് വളരെ നമ്മൾ ഒരു ഉദാഹരണം പറയാം. ഒരു സിംഗിൾ റിഫ്രാക്റ്റിംഗ് സർഫസ് ആവാം, ചിലപ്പോൾ ലെൻസസ് ആവാം, ചിലപ്പോൾ കോമ്പിനേഷൻസ് ഓഫ് ലെൻസസ് ആവാം. ഇതിലൂടെ ലൈറ്റ് റേ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പാത്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ലെൻസ് തന്നെ എടുക്കാം. ഒരു ലെൻസ് മെയ്ഡപ്പ് ഓഫ് 2 റിഫ്രാക്റ്റിംഗ് സർഫസസ്. ആസ് യു നോ, ലെൻസിന് തന്നെ 2 റിഫ്രാക്റ്റിംഗ് സർഫസസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സർഫസിലൂടെ ഇത് ഇറങ്ങുമ്പോൾ നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്ന കുറേ നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറേ റിലേഷൻസ് കണക്റ്റിംഗ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ്. You have studied a lot of equations in your previous classes, but this is becomes tedious when more than 1 or 2 lenses are coming into act. For example, ഒരു ലെൻസ് തന്നെ എടുത്താൽ അതിൽ ഒരു സൈഡിലൂടെ ഒരു വശത്തൂടെ ലൈറ്റ് റേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കിട്ടുന്ന ഫൈനൽ ഇമേജ് ഫോംഡ് ആണ് നമ്മുടെ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിലെ ഇതിൽ ഈ ഇമേജ് ആണ്. ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിലൂടെ പുറത്തേക്ക് വരുന്ന ഇമേജ് ഫോം ചെയ്തിട്ടുള്ള ഈ ഇമേജ് ആണ് നമ്മുടെ റിഫ്രാക്റ്റിംഗ് സർഫസ് 2 ഒബ്ജക്റ്റ്. അങ്ങനെ ആ ഒബ്ജക്റ്റ് ഓഫ് ദ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസ് ഇതാണ്. അങ്ങനെ അതിനെ ലൊക്കേറ്റ് ചെയ്യണം. അതിന്റെ നേച്ചർ ഓഫ് ഫൈനൽ ഇമേജ് നമ്മൾ കണ്ടുപിടിക്കണം. അതൊരു ലെൻസിന്റെ കേസിലാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാണ്. നമ്മുടെ സിസ്റ്റം, ഒപ്റ്റിക്കൽ സിസ്റ്റം more than 2 surfaces ഉണ്ടെങ്കിൽ we have to go by further steps. So this step by step method is lengthy and tedious work. So in order to overcome this difficulty, we have introduced a new method called matrix method. So matrix method was introduced by K. Halbach in the year 1964. It is a powerful tool to tackle സച്ച് പ്രോബ്ലം. നമ്മളിപ്പോൾ പറഞ്ഞ ഒന്നിലധികം ലെൻസസ് വരുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ ലൈറ്റ് റേൻ്റെ പാത്ത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെട്രിക്സ് മെത്തേഡിൽ നമ്മൾ 3 ടൈപ്പ്, ഈ ചാപ്റ്ററിൽ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 3 ടൈപ്സ് ഓഫ് മെട്രിക്സസ് ഉണ്ട്. ഒന്ന് ട്രാൻസ്ലേഷൻ മെട്രിക്സ്, 2 റിഫ്രാക്ഷൻ മെട്രിക്സ്, 3 സിസ്റ്റം മെട്രിക്സ്. ഇതിൽ ട്രാൻസ്ലേഷൻ മെട്രിക്സും റിഫ്രാക്ഷൻ മെട്രിക്സും നമുക്ക് ഇന്ന് നോക്കാം. അത് ക്ലിയറായി മനസ്സിലായാൽ തന്നെ സിസ്റ്റം മെട്രിക്സ് വളരെ ഈസി ആയിരിക്കും. അത് നമുക്ക് അടുത്ത ഡിസ്കഷനിലാണ് ഉദ്ദേശിക്കുന്നത്. അതർവൈസ് വി വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ദ ടുമോറോസ് ഗൂഗിൾ മീറ്റ്. സോ ദ സിസ്റ്റം മെട്രിക്സ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 2 മെട്രിക്സസ്. വാട്ട് ആർ ദ ഫസ്റ്റ് 2 മെട്രിക്സസ്? ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആൻഡ് റിഫ്രാക്ഷൻ മെട്രിക്സ്. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് മെട്രിക്സസ് ഉണ്ട്. എന്തിനാത്? ടു ട്രേസ് ഔട്ട് ദ പാത്ത് ഓഫ് ദ റേ വെൻ ഇറ്റ് പാസസ് ത്രൂ എ ഒപ്റ്റിക്കൽ സിസ്റ്റം. അതിന് നമുക്ക് ഒരു ടൂളാണ് ഈ മെട്രിക്സ് മെത്തേഡ്. അതിൽ 3 മെട്രിക്സസ് ഉണ്ട്. അതിൽ ട്രാൻസ്ലേഷൻ മെട്രിക്സിൻ്റെയും റിഫ്രാക്ഷൻ മെട്രിക്സിൻ്റെയും പ്രൊഡക്റ്റ് ആണ് സിസ്റ്റം മെട്രിക്സ്. ഓക്കെ, ഇനി when a ray of light passes through an optical system, അവിടെ 2 കാര്യങ്ങൾ സംഭവിക്കും. One is at each surface boundary the ray changes its direction due to refraction. This is presented by a matrix operator called refraction matrix. So refraction matrix നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു സർഫസ് ബൗണ്ടറിയിൽ വെച്ച് ലൈറ്റിൻ്റെ റേ
ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് മാട്രിക്സ് ഓപ്പറേറ്റർ റിഫ്രാക്ഷൻ മാട്രിക്സ് ഉപയോഗിക്കുന്നത്. ഓർ ഇറ്റ് ഈസ് റെപ്രസെന്റ് ബൈ ക്യാപിറ്റൽ ആർ. ഇനി അതർ തിങ്, അത് വേറെ എന്താ സംഭവിക്കുന്നത്, അത് ബിറ്റ്വീൻ ദ സർഫസസ് ദ ഹൈറ്റ് ഓഫ് ദി റേ ചേഞ്ചസ് വൈൽ ദ ഡയറക്ഷൻ റിമെയിൻ സെയിം. ഇവിടെ ചേഞ്ച് ചെയ്യുന്ന ഡയറക്ഷൻ, ഇവിടെ ചേഞ്ച് ചെയ്യുന്ന ലൈറ്റിന്റെ ഹൈറ്റ്, ലൈറ്റ് റേയുടെ ഹൈറ്റ് ഓഫ് ദി റേ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു മെട്രിക്സ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. അതാണ് ട്രാൻസ്ലേഷൻ മെട്രിക്സ്. ഇനി ഒരു റേനെ ഒരു മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ ഡെസിഗ്നേഷൻ ഓഫ് എ റേ ബൈ എ മെട്രിക്സ്. സോ അതിനു വേണ്ടി നമുക്ക് ഒരു പാരാക്സിയൽ റേ കൺസിഡർ ചെയ്യാം. എന്താണ് പാരാക്സിയൽ റേ? പാരാക്സിയൽ റേ എന്ന് പറയുമ്പോൾ എന്താണ്? പാരാക്സിയൽ റേ ഈസ് എ റേ which makes a small angle to the optical axis of the system and it lies close to the axis throughout the system. So that paraxial ray makes a small angle to the optical axis of the system. As an example, the ray PQ ennulla ray, it making a small angle with the optical axis, and it is going parallel close to the axis throughout the system, like parallel ആയിട്ട് നമുക്കതിന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റേകളെ പാരാക്സിയൽ റേ എന്ന് പറയും. അങ്ങനെയുള്ള റേക്ക് ഏതൊരു റേ ആയാലും നമുക്ക് അതിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നത് 2 പാരാമീറ്റർ വെച്ചിട്ടാണ്. ഒന്ന്, ദ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ്, ഈ ആക്സിസിൽ നിന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസ്. അതേപോലെ ദ ആംഗിൾ ദാറ്റ് മേക്സ് വിത്ത് ദി ആക്സിസ് വെച്ച് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ. അപ്പോൾ ഈ ആൽഫ 1 ആൽഫ 2 ഇതെല്ലാം ഈ റേ ഉണ്ടാക്കുന്ന ആംഗിളാണ് വിത്ത് ദി ആക്സിസ്, ഒപ്റ്റിക്കൽ ആക്സിസ്. സോ ഈ 2 പാരാമീറ്റർ വെച്ചിട്ട് നമുക്കതിനെ സ്പെസിഫൈ ചെയ്യാം. ഒന്ന്, ഇപ്പം നോക്കുകയാണെങ്കിൽ എക്സ്, ഡിസ്റ്റൻസ് എക്സും ആൽഫ. സോ നമുക്കതിനെ പാരാന്തസിസിൽ എഴുതുകയാണെങ്കിൽ എക്സ് കോമ ആൽഫ, ആ രീതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി അപ്പോൾ x1 ആൽഫ 1, ഈ റേനെ നമുക്ക് x1 ആൽഫ 1, ഈ റേനെ നമുക്ക് x2 ആൽഫ 2, ഈ 2 പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. പക്ഷേ നമ്മളൊരു പുതിയ ടേം കൊണ്ടുവരികയാണ്. ഇൻസ്റ്റെഡ് ഓഫ് സ്പെസിഫൈങ് ദ ആംഗിൾ, ആൽഫക്ക് പകരം ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റേ വിത്ത് z ആക്സിസ് ആണ് ആൽഫ. അതിന് പകരം വി വിൽ സ്പെസിഫൈ ലാംഡ 1. ഇതിനെ ലാംഡ 1 എന്ന് വിളിക്കുക, ഒരു ടേം ഉണ്ടാക്കും. ലാംഡ 1 എന്താണെന്ന് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, n cos psi. So this new term is called optical direction cosine. Optical direction cosine lambda 1 is equal to n cos psi is equal to n cos 90 minus alpha 1. So in terms of a psi, the angle, this angle psi enda, psi is the angle made by the ray with the x axis ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. അതിലേക്ക് മാറ്റി കൂടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഉം ഉണ്ട്. ഡയറക്ഷൻ കൊസൈൻ ആയത് ഡയറക്ഷൻ കൊസൈൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കാരണം കൊസൈൻ വാല്യൂ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ലാംഡ 1 is equal to n cos psi. അതിനെ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തു. ദാറ്റ് ഈസ് കാൾഡ് ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈൻ. നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചതൊന്ന് ഓർക്കുക. നമ്മൾ ഇതിനു മുമ്പ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് പഠിച്ചിട്ടുണ്ട്. എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് പഠിച്ചിട്ടുണ്ട്. അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡിസ്റ്റൻസും തമ്മിലുള്ള മെഷർമെന്റ് ആണ്. അതേപോലെയുള്ള ഒരു പുതിയ ടേമാണ് ഡയറക്ഷൻ കൊസൈൻ, ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈൻ. അത് പറഞ്ഞാൽ കൊസൈൻ ഓഫ് ദി ആംഗിൾ ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡിസ്റ്റൻസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് കണ്ട പോലെ ഇത് ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈൻ. ഇത് നത്തിങ് ബട്ട് ഈസ് പ്രൊഡക്റ്റ് ഓഫ് കൊസൈൻ ഓഫ് ദി ആംഗിൾ ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഒരു റേനെ നമ്മൾ എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യാം? Instead of designating it as x comma alpha 1, now we are going to designate as a matrix x comma lambda. What is lambda? We introduced a new term. Lambda is optical direction cosine. It is a product of optical direction cosine is a product of refractive index and cosine of the angle. So ഇതിനെ നമുക്ക് x ഉം ലാംഡയും തമ്മിലുള്ള ഒരു ടേമിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് 2 രീതിയിൽ അതിനെ, ഒരു മെട്രിക്സിനെ 2 രീതിയിൽ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കോളം മെട്രിക്സോ ഒരു റോ മെട്രിക്സോ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അതായത് എക്സ് ലാംഡ, അതേപോലെ എക്സ് ലാംഡ ഇങ്ങനെ എഴുതാം. കോളം ഓർ റോ വിച്ച് ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് റേ വെക്ടറാണ്. റേ വെക്ടർ മീൻസ് എക്സ് ലാംഡ, ഈ രണ്ടാമത്തത്. ഓക്കെ, we choose this one. Okay, raw vector. Ray is represented by
കോളം മെട്രിക്സ്. സോ കോളം മെട്രിക്സ് ആയിട്ടുള്ള എക്സ് ലാംഡ ഇത് രണ്ടാമത്തത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സപ്പോസ് x1 lambda 1 represents a point on the incident ray and x2 lambda 2 represents a point on the refracted ray. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ ഉള്ള ഈ നിങ്ങൾ ഈ ഡയഗ്രാം ഒന്ന് ഓർക്കുക. ഈ ഡയഗ്രത്തിൽ ഒന്ന് നിങ്ങൾ അറിയേണ്ടത് ഇതൊരു സിലിണ്ടറിക്കലി സിമെട്രിക്കൽ ഓപ്റ്റിക്കൽ സിസ്റ്റം ആണ്. ഇതിൽ ആക്സിസ് ഓഫ് സിമെട്രി ചൂസൺ ആസ് z ആക്സിസ്. ഓക്കെ, ഇതിലൊരു പാരാക്സിയൽ റേ വരുന്നു ആൻഡ് ഇറ്റ് ഈസ് ട്രാവലിംഗ് ഇൻ എ ഹോമോജീനിയസ് മീഡിയം. സോ ഈ റേനെ നമ്മൾ രണ്ട് പാരാമീറ്റർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊരു ഹോമോജീനിയസ് മീഡിയമാണ് n, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ n എന്ന് മാത്രം ഇട്ടത്. ഓക്കെ, പിന്നെ ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്യുന്നു: ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ആൻഡ് ദ ആംഗിൾ ദാറ്റ് മേക്സ് വിത്ത് ദി ആംഗിൾ. സോ ഈ റേ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് എൻ സ്മോൾ ആംഗിൾ with the axis and passing through the points P and Q. P is the point of the PQ and the distance is x1 from the z axis and it is making an angle alpha 1. So ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ ഇതിനെ ഈ റേനെ റെപ്രസെന്റ് ചെയ്യാൻ x1 ആൽഫ 1ന് പകരം x1 ലാംഡ 1ഉം വേറൊരു ഇൻസിഡന്റ് റേ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇത് ഏതാണ് പോയിന്റ് ഓൺ ദി ഇൻസിഡന്റ് റേ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേറൊരു പോയിന്റ് റിഫ്രാക്റ്റഡ് റേന് നമുക്ക് x2 lambda 2 എനി ടു ആർബിട്രറി പോയിന്റ്സ് സെലക്ടഡ് ആസ് x1 lambda 1 ആൻഡ് x2 lambda 2. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളെ മെട്രിക്സ് രൂപത്തിൽ നമുക്ക് ഇതിനെ x2 lambda 2നെ എങ്ങനെ എഴുതാം? ഇറ്റ്സ് എ പോയിന്റ് ഓൺ ദ റിഫ്രാക്റ്റഡ് റേ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ഇൻ എ 2x1 matrix x2 lambda 2 is equal to a matrix A B C D into product it multiply with x1 lambda 1. x1 lambda 1 is the point on the incident ray. അത് ഒരു 2x1 മാട്രിക്സ് അതിൽ x1 lambda 1 റെപ്രസെന്റ് ചെയ്യുന്നത് പോയിന്റ് ഓൺ ദി ഇൻസിഡന്റ് റേ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പോയിന്റ് ഓൺ ദി ഇൻസിഡന്റ് റേ ആൻഡ് മാട്രിക്സ് എ 2x2 മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇറ്റ് റെപ്രസെന്റ്സ് എ പോയിന്റ് ഓൺ ദി റിഫ്രാക്റ്റഡ് റേയിലെ ഒരു പോയിന്റിനെ നമുക്ക് കിട്ടും. ഇതാണ് ഇതിൽ, അതായത് ഒരു പോയിന്റ് ഇൻ ദ റിഫ്രാക്റ്റഡ് റേ കണ്ടുപിടിക്കാൻ നമുക്കൊരു മെട്രിക്സ് 2x2 മെട്രിക്സിനെ കൊണ്ട് നമ്മുടെ ഇൻസിഡന്റ് റേനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് നമുക്ക് കിട്ടുന്നത് ഒരു പാരലൽ മെട്രിക്സ് ആണ്. അതായത് ഈ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റെപ്രസെന്റിങ് എ പോയിന്റ് ഇൻ ദ റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ 2x2 മെട്രിക്സ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദിസ് 2x2 മെട്രിക്സ്, ഈ 2x2 മെട്രിക്സ് എൻകംപസസ് ഓൾ ദ എഫക്ട്സ് ബ്രോട്ട് ബൈ ദി ഓപ്റ്റിക്കൽ സിസ്റ്റം. ഈ മെട്രിക്സ് എല്ലാ എഫക്റ്റും നമുക്ക് എൻകംപസസ് ചെയ്യാൻ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഈ മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെട്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. ഈ ഒരു മെട്രിക്സ് 6 ടി ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അതിലൊന്ന് ട്രാൻസ്ലേഷൻ മെട്രിക്സ്, അത് ടി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അത് എന്തിന്റെ എഫക്റ്റാണ് കാണിക്കുന്നത്? ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആണെങ്കിൽ എഫക്റ്റ് ഓഫ് ട്രാൻസ്ലേഷൻ കാണിക്കുന്നത്. നമ്മൾ ഒരു ഓപ്റ്റിക്കൽ സിസ്റ്റത്തിൽ കടന്നു പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഡിസ്കസ് ചെയ്തു. ഒന്ന് ട്രാൻസ്ലേഷൻ, അതായത് ഹൈറ്റ് ഓഫ് ദി റേ കൂടുക, അതിൽ ചേഞ്ച് വരുന്നത്. അതേപോലെ രണ്ടാമത്തെ കാര്യം വേറെ ഒന്ന് സംഭവിക്കുന്നത് അതിൻ്റെ ഡയറക്ഷന് ചേഞ്ച് വരുന്നു. ഒന്ന് റേൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ആ കേസിൽ നമുക്ക് ഉപയോഗിക്കുന്നത് ട്രാൻസ്ലേഷൻ മെട്രിക്സ് ആണ്. ഒരു റേനെ നമുക്ക് അങ്ങനെ നോക്കാം. അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്ന ഒരു കേസ് നമ്മൾ അനലൈസ് ചെയ്യാം. അങ്ങനെ ഒരു കേസ്, സോ ഒരു റേ കൺസിഡർ ചെയ്യാം. അത് ഹോമോജീനിയസ് മീഡിയം ആണ്. അതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ്. അതിൽ ഒരു റേനെ P എന്ന പോയിന്റിൽ റേ കൺസിഡർ ചെയ്യുക. അത് x ആൽഫ 1 ആയിക്കോട്ടെ. അത് ട്രാവലിംഗ് ഫ്രം P ടു Q ആണ്. അത് റേ അണ്ടർഗോസ് ട്രാൻസ്ലേഷൻ. അങ്ങനെയാണെങ്കിൽ അതിൽ Q എന്ന പോയിന്റിൽ റേനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ x2 ആൽഫ 2 ഉപയോഗിക്കാം. സോ ഇതൊരു റേ ഈസ് ഐസോട്രോപിക്. റേ ട്രാവൽസ് അലോങ് ദ സ്ട്രൈറ്റ് ലൈൻ. Therefore we can consider alpha 1 is equal to alpha 2. ഈ ഡയഗ്രാം നമ്മൾ നേരത്തെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊരു ഐസോട്രോപിക് ആയതുകൊണ്ട് റേ സഞ്ചരിക്കുന്നത് ഒരേ നേർരേഖയിലായതുകൊണ്ടും ഈ ആൽഫ 1 ആൽഫ 2 ഈക്വൽ ആണെന്ന് നമുക്ക് എടുക്കാം. ആൽഫ 1 is equal to ആൽഫ 2.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡയഗ്രത്തിലേക്ക് നോക്കുക. ഈ ഡയഗ്രത്തിൽ പി പി ഡാഷ് ആൻഡ് ക്യൂ ക്യൂ ഡാഷ് നോക്കുക. പി പി ഡാഷ്, ഇവിടെ പി പി ഡാഷ് ആൻഡ് ക്യൂ ക്യൂ ഡാഷ്, ഇറ്റ്സ് പെർപെൻഡിക്കുലർ ഓൺ ദി z ആക്സിസ്, ആൻഡ് പി ഡാഷ് q is equal to d. Then taking the triangle PQR in this triangle, we can get QR by PR is equal to tan alpha 1. And also QR എന്ന് പറഞ്ഞാൽ എന്താണ്? QR എന്ന് പറഞ്ഞാൽ QR ഇതെന്ന് പറഞ്ഞാൽ QQ ഡാഷ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരത്തിൽ നിന്ന് Q ഡാഷ് R ഇത് മൈനസ് ചെയ്യുന്നു, Q ഡാഷ് R മൈനസ് ചെയ്യുന്നു, അതായത് Q ഡാഷ് മൈനസ് Q ഡാഷ് R ഡിവൈഡഡ് ബൈ PR ഇസ് ഈക്വൽ ടു tan alpha 1. ഇനി Q ഡാഷ് R, അതായത് Q ഡാഷ് Rനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഡാഷ് തന്നെ എഴുതിക്കൂടെ? ഇവിടെ ഇത് ഈക്വൽ. സോ ദിഫോർ ഇക്വേഷൻ ഇത് ഇങ്ങനെ എഴുതാം, Q ഡാഷ് മൈനസ് പി ഡാഷ് ബൈ പി ഡാഷ് Q ഡാഷ്. PR പിന്നെ നമ്മൾ PR പകരം പി ഡാഷ് Q ഡാഷ് എഴുതി. ഒന്നുമില്ല, സെയിം ഡി ആണത്. ദിസ് ഡിസ്റ്റൻസ് ഇസ് ഡി, ദിസ് ഡിസ്റ്റൻസ് ഇസ് ഓൾസോ ഡി. സോ ഇതിന് Q ഡാഷിനെ നമുക്ക് എന്ത് ചെയ്താൽ Q ഡാഷ് x2 മൈനസ് പി ഡാഷ് എന്താണ് x1 ബൈ ദിസ് ഡിസ്റ്റൻസ് d ഈസ് ഈക്വൽ ടു tan alpha 1. സോ ആൽഫ 1 നമുക്ക് tan alpha 1 കിട്ടി. ഇതിൽ നിന്ന് നിങ്ങൾ അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കുക. x2ൻ്റെ ഇക്വേഷൻ എന്താണെന്ന് പറയുന്നത്? x2 is equal to ഇതിനങ്ങോട്ട് കൊണ്ടുപോകാം, d tan alpha 1 പ്ലസ് ഇങ്ങോട്ട് x1 വരുമ്പോൾ x1 പ്ലസ് d tan alpha 1. x2 is equal to x1 പ്ലസ് d tan alpha 1. നമ്മൾ പറഞ്ഞു ആൽഫ 1 വളരെ സ്മോൾ ആണ്. പാരാക്സിയൽ റേന്റെ കേസിൽ ആൽഫ 1 വളരെ സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് tan alpha 1നെ നമുക്ക് ആൽഫ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായി? x2 is equal to x1 പ്ലസ് tan പോയി d alpha 1. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്നും കൊസൈൻ ആണ്. സോ ലാംഡ 1 is equal to n1 sin alpha 1 is equal to n1 alpha 1. ലാംഡ 2 എങ്ങനെ എഴുതാം? n1 sin alpha 2 is approximately നമ്മൾ ചെറിയ ആംഗിൾ ആയതുകൊണ്ട് n1 alpha 2. ആൽഫ 1 ആൽഫ 2 ഈക്വൽ ആയതിനാൽ നമുക്ക് ലാംഡ 1 is equal to ലാംഡ 2 is equal to ഇതിലേതെങ്കിലും ഒന്ന് എഴുതാം, n1 alpha 1 എങ്ങനെ എഴുതാം? ഓക്കെ, ഇതിൽ ഡയറക്ഷൻ കൊസൈനിൽ എങ്ങനെ സൈൻ വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പ്രീവിയസ് സ്ലൈഡിലേക്ക് പോകാം. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് n cos psi is equal to n cos 90 minus alpha 1. cos 90 minus alpha 1 എന്താ? സൈൻ ആൽഫ. അത് നമ്മൾ ഇവിടെ ഈക്വൽ ടു ഇട്ടിട്ട് എഴുതാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് എഴുതിയാലേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുള്ളൂ. ഇത് ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. നാളെ ഡിസ്കഷനിൽ ഡൗട്ടുള്ളവർ ചോദിക്കുക. ഇത് n cos 90 minus alpha 1. ഓക്കെ, ഇത് ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാനിത് സോ ഈ ഇക്വേഷൻ 1ൽ നമ്മൾ വാല്യൂസ് ഓഫ് ലാംഡ 1 അതായത് ഏതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ആൽഫ 1 is equal to ആൽഫ 2, അതേപോലെ ലാംഡ 1 is equal to ലാംഡ 2 is equal to n1 ആൽഫ 1 നമുക്കറിയാം. ഇതിൽ ആൽഫ 1 is equal to ഇങ്ങോട്ട് ഇതിനങ്ങോട്ട് ഇട്ടാൽ വി ക്യാൻ പുട്ട് ഇറ്റ് ലാംഡ 1 ബൈ n1. ഇക്വേഷൻ 1ൽ അതായത് x2 is equal to x1 പ്ലസ് d ഇൻറ്റു ആൽഫ 1ന് പകരം ആൽഫ 1 is equal to എന്താ? ലാംഡ 1 ബൈ n1. ലാംഡ ബൈ 1 ബൈ n1 കൊടുത്തു കഴിഞ്ഞാൽ we will get x2 is equal to x1 plus d into lambda 1 by n1. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ മെട്രിക്സ് ഇക്വേഷൻ നമ്മളൊന്ന് ഓർത്തുക. x2 ലാംഡ 2 is equal to ഒരു മെട്രിക്സ് ABCD 2x2 മെട്രിക്സ് ഇതും പിന്നെ ഒരു 2x1 അതായത് x1 ലാംഡ 1 ഇങ്ങനെയുള്ള 3 മെട്രിക്സുകളുള്ള ഒരു മെട്രിക്സ് ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നു. അതിൽ x2 is equal to എന്താ? നിങ്ങളിത് മെട്രിക്സിൽ പഠിച്ചതാണ്. x2 is equal to ax1 പ്ലസ് ബി ലാംഡ 1. ഇതിന് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. ലാംഡ 2 is equal to cx1 പ്ലസ് ഡി ലാംഡ 1. ഇത് ഇങ്ങനെ നമുക്ക് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി.
ഇക്വേഷൻ 3, ഇക്വേഷൻ 4. ഇതിൽ ഇക്വേഷൻ 3നെയും 2നെയും ഒന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്കറിയാം, ഇക്വേഷൻ 3ഉം 2ഉം കമ്പയർ ചെയ്തു. x1ൻ്റെ കൂടെ ആരുമില്ല, അപ്പോൾ a is equal to 1 ആണ്. b എന്ന് പറഞ്ഞാൽ എന്താണ്? b എന്ന് പറഞ്ഞാൽ d/n1. λ1 ഇവിടെയുണ്ട്, ഇവിടെ λ1 ഉണ്ട്, ബാക്കിയുള്ളത് d/n1. അപ്പോൾ b എന്ന് പറഞ്ഞ ടേം d/n1. നമുക്ക് പണി എന്താണെന്ന് വെച്ചാൽ a b c d ഈ 4 ആൾക്കാരുടെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിലെ എയും ബിയും ഇപ്പോൾ നമുക്ക് കിട്ടി. a is equal to 1. How we got it? We compared equation 3 with 2. So we got a is equal to 1, b is equal to d/n1. ഓക്കെ, ഇനി നമുക്ക് വേറെ രണ്ടാളും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. അതൊക്കെയാണ് സിയും ഡിയും. അതിന് എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ 4ൽ λ2ന് λ1 എന്ന് കൊടുത്താൽ λ2 is equal to λ1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ലാംഡ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ λ2 is equal to λ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് c is equal to 0 എന്നും ഡിൻ്റെ വാല്യൂ 1 എന്നും കിട്ടും. അതൊന്ന് ചെയ്യാം. നാളെ ചെയ്തത് ഒന്ന് കാണിക്കാം. നോട്ട് കാണിക്കുമ്പോൾ മീറ്റിങ്ങിൽ ഇതും കൂടെ കാണിക്കാം. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് λ2ന് പകരം λ1 കൊടുക്കുമ്പോൾ എങ്ങനെ c0യും d1ഉം കിട്ടുന്നത്. അങ്ങനെ 4 ടേം നമുക്ക് കിട്ടി, a b c d. അപ്പോൾ ഈ മാട്രിക്സ് എന്താ പറയുക? a1 b d/n1. c എന്താ വരിക? c we got 0 and d is equal to 1. അപ്പോൾ a b c d എന്നുള്ള മാട്രിക്സ് 1 d/n1 0 1 അങ്ങനെ കിട്ടും. ഈ മാട്രിക്സിന് ഒരു ഇക്വേഷൻ നമ്പർ, ഈ ഇക്വേഷന് 5 എന്ന് കൊടുക്കാം. ഇതിനെയാണ് ട്രാൻസ്ലേഷൻ മാട്രിക്സ് എന്ന് കൊടുക്കുക. ഈ ട്രാൻസ്ലേഷൻ മാട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ T കൊണ്ടാണ്. സോ ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഈ എ ബി സി ഡി എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഈ ഇക്വേഷനിൽ എ ബി സി ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x2 λ2 is equal to എ ബി സി ഡിക്ക് മാട്രിക്സ് എ ബി സി ഡി 1 d/n1 0 1 കൊടുത്തു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഇൻറ്റു x1 λ1 ഈസ് ഈക്വൽ ടു x2 λ2 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ കിട്ടും. ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഈ ഇക്വേഷനിൽ ഈ ട്രാൻസ്ലേഷൻ മാട്രിക്സിന്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മൂവ്സ് ദ റേ ഫ്രം x1 λ1 ടു ദ പോയിന്റ് x2 λ2 through a distance d in a homogeneous medium of refractive index n1. ഇതാണ് ട്രാൻസ്ലേഷൻ മാട്രിക്സ് ചെയ്യുന്നത്. അതായത് ഇൻസിഡന്റ് റേയിലുള്ള ഒരു പോയിന്റിനെ ഇൻസിഡന്റ് റേയിലുള്ള പോയിന്റിനെ ട്രാൻസ്ലേഷന് ശേഷം അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആ എഫക്റ്റ് മനസ്സിലാക്കി തരാൻ ഇത് നമ്മൾ ഉപയോഗിക്കുന്നു. അത് ഒരു ഡിസ്റ്റൻസ് ഡിയിൽ ട്രാൻസ്ലേഷൻ സംഭവിച്ചു. അത് ഹോമോജീനിയസ് മീഡിയത്തിലാണ്. അതിൻ്റെ റിഫ്രാക്റ്റീവ്നെസ് n1 ആണ്. അപ്പോൾ ഇതാണ് ട്രാൻസ്ലേഷൻ മാട്രിക്സ്. അതിൻ്റെ എഫക്റ്റ് ഓഫ് ട്രാൻസ്ലേഷൻ എങ്ങനെ പഠിക്കുന്നത് എന്നുള്ളത്, ട്രാൻസ്ലേഷൻ മാട്രിക്സ് വെച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് സിമ്പിളാണ്. അടുത്ത ഒരു എഫക്റ്റ് ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഇതിനും നമ്മൾ ഇതേപോലെ ഒരു കേസ് കൺസിഡർ ചെയ്യണം. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? റിഫ്രാക്ഷൻസ് ആണ് സംഭവിക്കുന്നത്. ഒരു കോൺവെക്സ് സ്ഫെറിക്കൽ സർഫസ് ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ r separating two media of refractive indices n1 and n2. നേരത്തെ കേസ് ഇത് നമ്മൾ ഒരു വ്യത്യാസം, നേരത്തെ ഹോമോജീനിയസ് മീഡിയ ആയിരുന്നു. ഇതിൽ 2 മീഡിയ ഉണ്ട്, n1 n2 റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഉള്ള 2 മീഡിയസ് ഉണ്ട്. മീഡിയത്തിന് സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ r ഉള്ള ഒരു കോൺവെക്സ് spherical surface as seen in this figure. Okay, ഇനി ഒരു റേ കൺസിഡർ ചെയ്യാം. ഇവിടെ കൺസിഡർ ചെയ്യേണ്ട റേ AP ആണ്. AP incident on this spherical surface at a point P which is at a height x from the z axis. ഇതും നമ്മൾ z axis ആണ് എടുക്കുന്നത്. കഴിഞ്ഞ കേസിലും z axis എടുത്ത പോലെ ഇവിടെ z axisനോട് എടുക്കുക. അതിനോട് ഈ പോയിന്റ് P ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് x ആണ്. അതിൽ at point P the ray gets refracted along PB. See here refraction is happened for the ray from AP എന്ന് പറഞ്ഞ റേക്ക് ഒരു റിഫ്രാക്ഷൻ ഉണ്ടായി. അത് റിഫ്രാക്റ്റഡ് അലോങ് PB ആണ്. അതിലേക്ക് നമ്മളൊരു ആ പോയിന്റിലേക്ക് ഒരു നോർമൽ വരയ്ക്കുന്നു. ഇൻസിഡന്റ് ഉണ്ടായ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നമ്മളൊരു നോർമൽ CN ഈ CN വരയ്ക്കുന്നു. ഇങ്ങനെ ഇതിൽ സ്നെൽസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഉണ്ട്, n1 n2. ഇതിൽ n1 sin I. Okay, I is the incident ray and R is the refracted angle. I is the incident angle, R is the refracted angle. അങ്ങനെയാണെങ്കിൽ സ്നെൽസ് ലോ പ്രകാരം n1 sin I is equal to n2 sin R.
ഇനി പാരാക്സിയൽ റേൻ്റെ കേസിൽ ഐയും ആറും വളരെ സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ N1I ഈസ് ഈക്വൽ ടു N2R. ഇതിന് ഇക്വേഷൻ നമ്പർ 6. നമ്മൾ കഴിഞ്ഞ ഇതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമ്പർ 6 എന്ന് കൊടുത്തത്. ഇത് ഓക്കെ. സോ വി ആർ ഗെറ്റിംഗ് ഇക്വേഷൻ N1I ഈസ് ഈക്വൽ ടു സ്മോൾ മിസ്റ്റേക്ക് ഉണ്ട്. N1I ഈസ് ഈക്വൽ ടു N2I. സോ N1ഉം N2 എന്താണ് നമ്മൾ പറഞ്ഞു? എന്താ N1ഉം N2 റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് ദി മീഡിയ. സോ ഫിഗർ നോക്കുക. അതിൽ ഐ ഇൻസിഡൻറ്റ് ആംഗിൾ ഇസ് ഈക്വൽ ടു α1 പ്ലസ് φ1 ആണ്. ഓക്കെ, φ2 എന്തുകൊണ്ടാണ് φ ഇട്ടതെന്ന് വെച്ചാൽ ഈ ആംഗിൾ ഓഫ് ഈ φ1ഉം ഈ θ2 ഈക്വൽ ആണ്. റിഫ്രാക്റ്റഡ് ആംഗിൾ R ഇസ് ഈക്വൽ ടു α2 പ്ലസ് θ2 ആണ്. θ2ഉം ഈ φ1 ഈക്വൽ ആണ്. എങ്ങനെ ഈക്വൽ ആയത്? φ1 ഇവിടെ ഇതും φ1, അതുകൊണ്ട് ഈ φ1ഉം ഈ θ2 ഈക്വൽ. സോ ഈ θ2 ഈ φ1 ഈക്വൽ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ φ ഇട്ടത്. നിങ്ങൾക്ക് φയോ θയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ φ എന്നുള്ളത് ഇട്ടു. അങ്ങനെ നോക്കുമ്പോൾ ഇക്വേഷൻ 6 എന്താണ്? ഇക്വേഷൻ 6 ഇസ് ഈക്വൽ ടു N1I ഇസ് ഈക്വൽ ടു N2R. ആ ഐക്ക് പകരം നമ്മൾ ഈ ഇത് കൊടുക്കുന്നു ബ്രാക്കറ്റിൽ N1 α1 പ്ലസ് φ. ഈ റിഫ്രാക്റ്റഡ് ആംഗിൾക്ക് പകരം നമ്മൾ α2 പ്ലസ് φ എന്ന് കൊടുക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ N2 α2 ഇതിനെ രണ്ടിനും എക്സ്പാൻഡ് ചെയ്യുന്നു. L2 α2 ഇസ് ഈക്വൽ ടു N1 α1 പ്ലസ് N1 മൈനസ് N2 ഇൻറ്റു 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. 6നെ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചു. ഇക്വേഷൻ 6നെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇനി ഒരു സെക്ടർ POC നോക്കുക. POC എന്ന് പറഞ്ഞ സെക്ടർ നോക്കുക. POC ഇത് സെൻട്രൽ OC. ഈ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ x/r ഇവിടെ ഒറിജിൻ O എന്ന് നിങ്ങൾ സങ്കല്പിക്കട്ടെ. ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ O ഉണ്ടെങ്കിൽ x/r-നെ നമുക്ക് φ1 or φ എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ N2 α2 ഈസ് ഈക്വൽ ടു N1 α1 പ്ലസ് N1 മൈനസ് N2 ഈ കഴിഞ്ഞിട്ട് ഫൈക്ക് പകരം നമുക്ക് x/r എന്ന് കൊടുക്കാം. അതാ, സോ നമ്മളിവിടെ x/r എന്ന് കൊടുത്തു. x/r ഫൈക്ക് നമ്മൾ x/r ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ N2 α2 ഈസ് ഈക്വൽ ടു N1 α1 പ്ലസ് N1 മൈനസ് N2 ഇൻറ്റു x/r. അതിൽ P എന്ന് പറഞ്ഞ ടേമിന് N1 മൈനസ് N2/r എന്ന് P എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ N2 α2 ഈക്വൽ ടു N1 α1 മൈനസ് Px എന്ന് കിട്ടും. ഈ P നെ വിളിക്കുന്ന പേര് പവർ ഓഫ് റിഫ്രാക്റ്റിംഗ് സർഫസ്. അടുത്തത് λ1 λ2ന് ഓപ്റ്റിക്കൽ ക്ലാരിഫിക്കേഷൻ കോഎഫിഷ്യൻസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ λ1 ഇസ് ഈക്വൽ ടു നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സും sin α1 ഇസ് ഈക്വൽ ടു N1 α1. λ2 പറഞ്ഞാലോ N2 sin α2. It is approximated to N2 α2. ഇതിന് ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ പഴയ മെട്രിക്സ് ഇക്വേഷൻ ഒന്നുകൂടെ കൊടുക്കുക. x2 λ2 ABCD x1 λ. അങ്ങനെയാണെങ്കിൽ x2 is equal to x1 plus b λ1 is equal to cx. So matrix equation x2 is equal to ax1 plus b λ1. Equation number 9 എന്ന് കൊടുക്കുക. λ2 is equal to cx1 plus d λ1. Equation number 10 എന്ന് കൊടുക്കുക. ഇക്വേഷൻ 9 നിന്ന് നമുക്ക് a is equal to 1 കിട്ടും, b is equal to 0 കിട്ടും. എങ്ങനെ? x2 is equal to x1 is equal to x ആണെന്ന് നമുക്കറിയാം. അപ്പോൾ x2 is equal to ax1 എന്ന് പറഞ്ഞാൽ ഈ ടേം 0 ആണ്, സെക്കൻഡ് ടേം 0 ആണ്, b λ1 0 ആണ്, അതായത് b is equal to 0 ആണ്. ax1 is equal to x2 എന്ന് പറഞ്ഞാൽ a is equal to 1 ആവണം. ഇത് പിന്നെ നമുക്ക് λ2ൻ്റെയും λ1ൻ്റെയും ടേംസ് 10ൽ വാല്യൂസ് 10ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താ? λ1ൻ്റെയും λ2ൻ്റെയും വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് N1 α1ഉം N2 α2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we will get N2 α2. λ2 പറഞ്ഞാൽ N2 α2 is equal to cx1 plus d. λ1ൻ്റെ വാല്യൂ എന്താ? N1 α1. Comparing this with equation 7. Equation 7 എവിടെ? Equation 7 വെച്ചിട്ട് N2 α2 is equal to N1 α1 minus px ആണ്. ഇതിനോട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് d is equal to 1ഉം c is equal to minus p യും കിട്ടുക. cൻ്റെ x1ൻ്റെ കൂടെ ഉള്ളത് c, ഇവിടെ x1ൻ്റെ കൂടെ ഉള്ളത് x1ൻ്റെ കൂടെ p, ഇവിടെ d equal to 1. d എന്ന് പറഞ്ഞാൽ N1 α1ൻ്റെ കൂടെ, N1 α1ൻ്റെ കൂടെ ആരുമില്ല, അപ്പോൾ d എന്ന് പറഞ്ഞാൽ 1. ഇവിടെ ഞാനൊരു x1 എന്ന് ഇടാൻ വിട്ടുപോയിട്ടുണ്ട്.
സോറി, അതിൽ ഒന്ന് x1 ആക്കണം. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാം. x1 is equal to അങ്ങനെയാണെങ്കിൽ c is equal to -p കിട്ടി. ഈ 4 ആൾക്കാരെ വെച്ചിട്ട് ഒരു മാട്രിക്സ് നമുക്ക് ഉണ്ടാക്കാം. a is equal to 1, b is equal to 0, d is equal to 1, c is equal to -p. അപ്പോൾ മാട്രിക്സ് എന്താ വരിക? ABCD 1 0 -p 1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാട്രിക്സ് ഇക്വേഷൻ എന്താ? x2 lambda 2 is equal to ഈ മാട്രിക്സ് 1 0 -p 1 ഇൻറ്റു x1 lambda 1. ഇതിലെ ഈ മാട്രിക്സിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ മാട്രിക്സ്. and it is denoted by R, ക്യാപിറ്റൽ R. ക്യാപിറ്റൽ R പറഞ്ഞാൽ 1 0 -p 1. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 1 എന്ന് കിട്ടും. ഈ ഇത്രയും കാര്യമാണ് റിഫ്രാക്ഷൻ മാട്രിക്സിലെ. റിഫ്രാക്ഷൻ മാട്രിക്സ് R കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന ഈ റിഫ്രാക്ഷൻ മാട്രിക്സും ട്രാൻസ്ലേഷൻ മാട്രിക്സും പഠിച്ചിട്ട് വരിക. സിസ്റ്റം മാട്രിക്സ് ആണ് അടുത്തതൊന്ന് പഠിക്കാനുള്ളത്. അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അതർവൈസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.